ബാബറി മസ്ജിദ് തകർത്ത സംഭവം ജാംബവാന്റെ കാലത്താണെന്ന കെ സുധാകരന്റെ പ്രസ്താവന തള്ളി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബാബറി മസ്ജിദ് തകർത്തത് ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായം. ഇന്ത്യൻ മതേതരത്വത്തിന്റെ സ്തംഭമാണ് തകർന്നതെന്നാണ് അർത്ഥം. പലതും വിസ്മരിക്കാം, അതൊന്നും മറക്കാനോ നിസ്സാരവൽക്കരിക്കാനോ കഴിയില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ചരിത്രത്തിലെ കറുത്ത ഏടാണ് സംഭവമെന്നും അതാണ് തന്റെ നിലപാടെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. ബാബരി മസ്ജിദ് തകർന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ സ്തംഭം അത് തകർന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു കാലത്തും മറക്കാൻ സാധിക്കുന്നൊരു സംഭവമല്ല. നമുക്ക് പലതും വിസ്മരിക്കാം, ഇത്തരം സംഭവങ്ങളൊന്നും വിസ്മരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഇന്ത്യൻ മതേതരത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമായിരുന്നു സംഭവം. അതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കില്ല. ചരിത്രത്തിലെ ഒരു കറുത്ത ഏടായിട്ടാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മേഘ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. മേഘ, ഏറ്റവും ക്ലിയർ കട്ടായി കെ സുധാകരൻ ഈ ഘട്ടത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരന്റെ പ്രസ്താവനയെ തിരുത്തിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം. കാവ്യ, അതായത് കെ സുധാകരനെ തള്ളിക്കൊണ്ട് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയാണ്. ഇന്ത്യൻ മതേതരത്വത്തിന്റെ സ്തംഭമാണ് തകർന്നത് എന്നതാണ് അർത്ഥമാക്കുന്നത് ബാബറി മസ്ജിദ് തകർച്ചയിലൂടെ. അതുമായി ബന്ധപ്പെട്ട് പലതും വിസ്മരിക്കാം, എന്നാൽ ഇതൊന്നും മറക്കാൻ കഴിയില്ല എന്ന് മുല്ലപ്പള്ളി കൃത്യമായി പറയുന്നു. ഇതൊന്നും മറക്കാനും കഴിയില്ല എന്നതിനൊപ്പം തന്നെ നിസ്സാരവൽക്കരിക്കാനും കഴിയില്ല എന്ന മുല്ലപ്പള്ളിയുടെ പ്രതികരണത്തോടെ കൃത്യമായി തന്നെ സുധാകരനോടുള്ള എതിർപ്പ് തന്നെയാണ് പ്രകടമാകുന്നത്. ചരിത്രത്തിലെ കറുത്ത ഏടാണ് ഈ സംഭവം, അതാണ് തന്റെ നിലപാട് എന്ന് മുല്ലപ്പള്ളി പറഞ്ഞു വെക്കുന്നു. അതിനൊപ്പം ഈ കൃത്യമായി തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന തലപ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടാവാൻ പാടുണ്ടോ എന്ന ചോദ്യത്തോട് മുല്ലപ്പള്ളിയുടെ മറുപടി തന്റെ നിലപാട് താൻ പറഞ്ഞു കഴിഞ്ഞു, അത് വ്യക്തമാണ് എന്നും മാധ്യമങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്നുമാണ് മുല്ലപ്പള്ളി വ്യക്തമാക്കിയത്. അതായത് കൃത്യമായി തന്നെ അത്തരത്തിലൊരു പ്രസ്താവന ഒരു കോൺഗ്രസിന്റെ KPCCയുടെ മുതിർന്ന സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യൻ മതേതരത്വത്തിന്റെ സ്തംഭമാണ് തകർന്നത് എന്നതാണ് അർത്ഥം. അതുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല എന്നതാണ് മുല്ലപ്പള്ളി പറയുന്നത്. അതൊരു ജാംബവാന്റെ കാലത്തെ സംഭവമാണ് എന്ന് പറഞ്ഞായിരുന്നു സുധാകരന്റെ പ്രതികരണം. അതിനുള്ള കൃത്യമായ മറുപടി തന്നെയാണ് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല എന്ന വരികളിലൂടെ മുല്ലപ്പള്ളി ഉദ്ദേശിച്ചത് എന്നതും വ്യക്തമാണ്. ഏതായാലും ശക്തമായ ഭാഷയിലുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. മേഘയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിൽ അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള കെ സുധാകരന്റെ പ്രസ്താവനയ്ക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.